ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും it's.me.growy.4ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് ബ്ലോക്ക് ഫ്രൂട്ടിൽ ബൗണ്ടി ഹണ്ടിങ്ങിൽ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ബൗണ്ടി ഹണ്ടിങ് പഠിക്കാം, എങ്ങനെ അതിന് എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. it's.me.growy.4. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. PvPയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എയിമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആസിഡ് റൈഫിൽ വെച്ചിട്ടാണ് എയിമിംഗ് പഠിക്കാൻ സുഖം. പിന്നെ ഒരു പെർഫെക്റ്റ് കോംബോയും കൂടാതെ മൊബൈലിൽ കളിക്കുന്ന ആൾക്കാർക്ക് പിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ട്രിക്ക് ഞാനൊരു വേറെ വീഡിയോയിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എയിമിംഗ് സെറ്റ് ആക്കണമെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഞാൻ ചൂസ് ചെയ്തേക്കണേ ചോക്ലേറ്റ് ഐലൻഡിൽ വന്നിട്ട് മാക്സിമം നമ്മൾ ഈ കാണുന്ന NPCനെ ഡോട്ട് ചെയ്ത് പഠിക്കുക. പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഭയങ്കര പാടാണ് ഈ എയിമിംഗ് എന്ന് പറയുന്ന കാര്യം. ബിക്കോസ് മറ്റേ നമ്മൾ കൈ അറിയാതെ എവിടെയെങ്കിലും സ്ക്രീൻ ടച്ച് ചെയ്താലും അങ്ങോട്ട് പോകും. വൈറ്റിട്ട് പക്ഷേ PvP ആണ് ബെറ്റർ. ഇത് ഇങ്ങനെ മാക്സിമം കഷ്ടപ്പെട്ട് നിങ്ങൾ അത്യാവശ്യം നല്ലോണം സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ മൂവ്മെൻറ്റ് ഇട്ടിട്ട് വേണം ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. നമ്മൾ PvP ചെയ്യുമ്പോൾ ഒരു എനിമീനെ പാസീവ് ഗെയിം പ്ലേ ആണോ അഗ്രസീവ് ഗെയിം പ്ലേ ആണോ കളിക്കുന്നതിനനുസരിച്ച് വേണം നമ്മുടെ എയിമിങ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ. ഞാൻ പറയുകയാണെങ്കിൽ മൊബൈലിൽ ഫസ്റ്റ് നിങ്ങൾ ഐസൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മാക്സിമം സ്കിൽഡ് ബിൽഡിലേക്ക് മാറേണ്ടതാണ്. സ്കിൽഡ് ബിൽഡ് മൊബൈലിൽ അത്യാവശ്യം എളുപ്പമായിട്ടുള്ള കാര്യമാണ് എയിമിംഗ് ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷെ അതൊന്ന് പഠിച്ചെടുക്കാൻ കുറച്ച് താമസം, ബൗണ്ടി ഹണ്ടിങ് ചെയ്യാനും കുറച്ച് പാടായിരിക്കും. ഈ സമയം നിങ്ങൾ ബൗണ്ടി ഹണ്ടിങ് ഒക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ടത് ഒരു പെർഫെക്റ്റ് കോംബോയാണ്, ഒരിക്കലും മിസ്സാവില്ലാത്തതെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഒരെണ്ണം കാണിച്ചു തരാം. സോൾ ഗിറ്റാർ ഇട്ടുക, പോർട്ടൽ ഗ്രാവിറ്റി കെയിൻ വെച്ച് പുള്ള് ചെയ്യുക, ഗ്രാവിറ്റി കെയിൻ പൊക്കത്ത് വയ്ക്കുക, സാങ്ക്വിൻ ആർട്ട് ഇടുക. ഗൈസ്, ഇവിടെ വെച്ച് ഞാനിപ്പോൾ ചെയ്തതിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാനത് സാങ്ക്വിൻ ആർട്ട് അവൻ ടേക്കില്ലെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇതിൽ ഇപ്പോൾ ഇവൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നതിൽ ഡോട്ട് ഇട്ടിട്ടാണ് ഞാൻ PvP ചെയ്തത്. ശരിക്കും ഞാൻ ഡോട്ട് ഇടാതെ PvP ചെയ്യണത്. ബിക്കോസ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഒന്നോടെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. വേറൊരു ട്രിക്കും കുറേ ഉണ്ട് ഗൈസ്. സോൾ ഗിറ്റാർ ഇട്ടില്ലെങ്കിലും നിങ്ങൾക്കൊരു മൊബൈലിൽ ആവശ്യം കറക്റ്റായിട്ടുള്ള എയിമിങ് കാര്യങ്ങളുണ്ടെങ്കിൽ സെറ്റാകാം. ഞാൻ ഒരു കോംബോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ മാക്സിമം റൺ ചെയ്തിട്ട് നമ്മളെ മൂവ് ലോഡ് ചെയ്തിട്ട് വേണം തിരിച്ചങ്ങോട്ട് ചെല്ലാൻ. നമുക്ക് വളരെ കഷ്ടപ്പെടേണ്ട വരും. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കണ്ടെന്ന് തോന്നുന്നു. മാക്സിമം നമ്മൾ പെർഫെക്റ്റ് കോംബോ ആയിട്ട് തന്നെ ചെയ്തിട്ട് നല്ല പ്രാക്ടീസ് ചെയ്തതിന് വേണ്ടി മാത്രമാണ് നമ്മൾ എന്നിട്ട് കറക്റ്റായിട്ട് ഇറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മൂഞ്ചി തെറ്റി ഇരിക്കേണ്ടതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് ആലോചിക്കുള്ളൂ. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബും അതൊക്കെ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. എനിക്കൊന്നും ആദ്യമായിട്ട് ഒരു മലയാളി ബ്ലോക്ക് ഫ്രൂട്ടിൻ്റെ PvP എടുക്കണതിനെ പറ്റി ഒരു വീഡിയോ ഇടുന്നതെന്ന് ഇതുവരെയും ആരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനായിരിക്കും ഏറ്റവും ആദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.